കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5, 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാളും നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലത്തുകരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ്. ഭാര്യ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ വ്യഭിചാരിണിയാക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകളിലൂടെയും കടന്നു പോകുമ്പോൾ കാതലായ സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല, പ്രവർത്തിക്കുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട്, നമ്മുടെ ചിന്തകൾ പോലെയല്ല ദൈവത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ പോലെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. നമ്മുടെ ചിന്തകൾ ഭൂമിയോളവും ദൈവത്തിൻ്റെ ചിന്തകൾ സ്വർഗത്തോളവും ഉയർന്നിരിക്കുന്നുവെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ വളരെ മനോഹരമാണ്. എലിയ പ്രവാചകൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ദൈവത്തെ നിഷേധിക്കുകയും അതിനെതിരെ ശക്തമായി സംസാരിക്കുകയൊക്കെ ചെയ്ത് ജസബൽ രാജ്ഞി പ്രവാചകനോട് പറയും, ഈ ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് നിന്നെ തട്ടിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഓടി ഹൊറബ് മലയിലെത്തി. അവിടെ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം പ്രവാചകൻ അനുഭവിക്കുകയാണ്. അതിന് കാരണം, നമുക്കൊരു മാനുഷികമായിട്ടൊക്കെ ഉള്ള ചില ചിന്തകൾ നമ്മളെ ഭരിക്കാൻ സാധ്യതയുണ്ട്. ചില ദുർഘട ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണെന്ന്. ഇവിടെ പ്രവാചകൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്ത പ്രവാചകൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ടും ഞാൻ എൻ്റെ മരണം കാത്ത് കഴിയുകയാണ് എന്നൊക്കെ പ്രവാചകൻ പറയാണ്. അപ്പം അവിടെയാണ് ദൈവത്തിൻ്റെ സ്വരം. കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ മലമുകളിലേക്ക് കയറി നിൽക്കുക. അവിടെ ഒരു കൊടുങ്കാറ്റടിച്ചു. അവിടെ ദൈവമില്ല. കൊടുങ്കാറ്റിൽ ദൈവം ഉണ്ടായില്ല. ഭൂകമ്പമുണ്ടായി, അവിടെ ദൈവമില്ല. അഗ്നി ഇറങ്ങി, അവിടെ ദൈവമില്ല. പിന്നെയോ ഒരു മൃദു സ്വരം കേട്ടു, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ ഒരൊറ്റ ദൈവ സാന്നിധ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദൈവം തന്നെ വെളിപ്പെടുത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ വലിയ ഭൂകമ്പങ്ങളും അഗ്നിയും കൊടുങ്കാറ്റൊക്കെ അടിച്ചെടുത്ത് പ്രവാചകൻ വിചാരിച്ചു ഇത് ദൈവസാന്നിധ്യമാണെന്ന്. പക്ഷെ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടായില്ല. ദൈവസാന്നിധ്യം വളരെ മൃദുവായ ഒരു സ്വരത്തിൽ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാകുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞെന്നാണെന്നറിയാവോ, പ്രവാചകൻ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രവാചകൻ പറഞ്ഞു, ഞാൻ കർത്താവിനോടുള്ള തീഷ്ണതയിൽ ജ്വലിക്കുക. എന്നാൽ തിരിച്ചു പോകാൻ പറഞ്ഞു. കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയിൽ ജ്വലിക്കുവാണെങ്കിൽ, ദൈവരാജ്യത്തെ പ്രതി സുവിശേഷത്തെ പ്രതിയുള്ള തീഷ്ണതയിലാണ് ജ്വലിക്കുന്നതെങ്കിൽ, ഈ ഒരു വിഷയത്തിൻ്റെ മീത് നീ എന്തിനു ഭയപ്പെടണം, നീ എന്തിനു അസ്വസ്ഥപ്പെടണം? എൻ്റെ സാന്നിധ്യം ഇപ്പോഴും നിൻ്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് ബോധ്യപ്പെടുത്തി കൊടുക്കുക പ്രവാചകന്. പ്രവാചകൻ വിചാരിച്ച് പ്രവാചകൻ ഒറ്റയ്ക്കാണെന്ന്. അതാണ് പ്രവാചകൻ്റെ സങ്കടവും. ദൈവത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടും പ്രവാചകൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള സങ്കടത്തിൻ്റെ മീതെയാണ് പ്രവാചകൻ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഒറ്റയ്ക്കല്ല പ്രവാചക, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് ദൈവം മൃദുസ്വരത്തിലൂടെ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് പറയാണ്, നീ തിരിച്ച് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നീ തിരിച്ചു പോകാൻ പറഞ്ഞു. എന്ത് ചെയ്തുകൊണ്ട്?
നീ ഒറ്റയ്ക്കല്ല എന്നുള്ള ബോധ്യം ദൈവരാജ്യ ശുശ്രൂഷകളിൽ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല, ദൈവം നിൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം നൽകിയിട്ട് പ്രവാചകനെ തിരിച്ചയക്കുക. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വലിയ കൊടുങ്കാറ്റിൻ്റെയും വലിയ പ്രവൃത്തികളുടെ നടുവിൽ മാത്രമല്ല ദൈവം തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത്. ചെറിയ കാര്യങ്ങളിലും ചെറിയ വിഷയങ്ങളിലും വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന വഴിയിലൂടെയും ദൈവം തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരുവൻ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ അവിടെയൊക്കെ വെളിപ്പെടുന്നത് ദൈവസാന്നിധ്യമാണ്. എളിമപ്പെടുമ്പോൾ, വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, സ്നേഹിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, മറ്റുള്ളവരുടെ കുറവുകളും ബലഹീനതകളൊക്കെ അംഗീകരിച്ച് അത് ഉൾക്കൊണ്ട് പോകാൻ തീരുമാനമെടുക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ കാര്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോകരുത്. വലിയ അത്ഭുതങ്ങൾ, വലിയ അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങൾ, അതിൽ മാത്രമല്ല ദൈവം തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത്. ഒരാത്മാവിൽ ദൈവസ്നേഹം നിറയുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയുമ്പോൾ സ്നേഹിക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും, വിട്ടുകൊടുക്കാൻ പറ്റും, എളിമപ്പെടാൻ പറ്റും, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റും. ഇതൊക്കെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ സുവിശേഷം വായിച്ചതുപോലെയൊക്കെ ചെയ്യാൻ പോയിരുന്നെങ്കിൽ നമുക്ക് ആർക്കും കൈയും കാലും കണ്ണൊന്നും ഉണ്ടാകുകയില്ല. കർത്താവ് എന്നാ പറഞ്ഞത്? നിന്റെ കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ, കൈ പാപഹേതുവാകുന്നെങ്കിൽ, കാലുകൾ അങ്ങനെയാണെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. അങ്ങനെ ചെയ്യാൻ പോയിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ കൈയും കാലും ഇല്ലാത്തവരായിട്ട് വരേണ്ടി വന്നേനെ. അപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് അതല്ല. കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? പാപത്തിൻ്റെ ഗൗരവമാണ് ഇവിടെ വിഷയമായിരിക്കുന്നത്. ഇവിടുത്തെ ചർച്ചാ വിഷയം എന്താണ്? പാപത്തിൻ്റെ ഗൗരവം. പാപത്തിൻ്റെ ഗൗരവം വിളിച്ചോതാൻ വേണ്ടിയാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയാണ്, പാപത്തിൻ്റെ ഗൗരവം ബാഹ്യമായ പ്രവൃത്തികളിൽ മാത്രമല്ല, ആന്തരിക വിചാരം കൊണ്ട് നമുക്ക് പാപം ചെയ്യാം. ബാഹ്യമായ പ്രവൃത്തികളിലൂടെയുള്ള പാപങ്ങൾ മാത്രമായിരിക്കും മറ്റുള്ളവർ നോട്ട് ചെയ്യുന്നത്, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ദൈവം ശ്രദ്ധിക്കുന്നത് ശരീരം കൊണ്ട്, മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും ചെയ്യുന്ന പാപവും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഒരുപോലെ ഗൗരവമുള്ളതാണെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ വിവാഹത്തിൻ്റെ പവിത്രതയെ പറ്റി, അതിൻ്റെ പരിശുദ്ധിയെ പറ്റി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. തൻ്റെ ഭാര്യ ഉപേക്ഷിക്കുന്നവൻ മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു പവിത്രതയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സീരിയസ്നെസ്, പാപത്തിൻ്റെ ഗൗരവം, വിവാഹ ജീവിതത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഗൗരവം, ഇതൊക്കെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ കർത്താവ് കാണുന്ന കണ്ണുകളിലൂടെ തന്നെ നമ്മൾ കാണാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ സുവിശേഷ ജീവിതം എന്ന് പറയുന്നത്. ദൈവം ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു, ദൈവം ഒരു തീരുമാനത്തെ എങ്ങനെ കാണുന്നു, ദൈവം നമ്മുടെ ആലോചനകളെ എങ്ങനെ കാണുന്നു, അതേ കണ്ണുകളിലൂടെ നാം നമ്മെ നോക്കിക്കാണാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ സുവിശേഷ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത്. മറ്റുള്ളവർ എന്നെ ഇങ്ങനെയാണ് കാണുന്നത്, നാട്ടുകാരെങ്ങനെയാണ് കാണുന്നത്, അച്ഛാ മറ്റുള്ളവർ എന്നെ കുറിച്ച് ഇങ്ങനെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നാം നമ്മെ കാണാൻ പഠിക്കണം. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ, സാധ്യതകളെ നോക്കിക്കാണാൻ പഠിക്കുമ്പോഴാണ് ആ സാധ്യതകൾക്ക് മീതെയുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ചും ദൈവിക ഇടപെടലിനെക്കുറിച്ചും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന സാധ്യതകളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ കണ്ണുകളിലൂടെയും മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കി കണ്ടാൽ നമ്മൾ വളരെ അങ്ങോട്ട് സ്റ്റക്കപ്പായി പോകും. പ്രവാചകൻ ഇങ്ങനെ സ്റ്റക്കപ്പായതുപോലെ തൻ്റെ ഒറ്റപ്പെടലിനെ കുറിച്ച് വിലപിച്ചതുപോലെ വിലപിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവ സാന്നിധ്യം പ്രവർത്തിക്കുമ്പോൾ അതിനുപരിയായിട്ട് ഒരു ദൈവവേദന സഞ്ചരിക്കാൻ പറ്റും. അവൻ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ തൻ്റെ ജീവിതത്തെയും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ അനുഭവങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ കണ്ണുകൾ, ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവനായിട്ട് മാറും. യഥാർത്ഥ സുവിശേഷ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുന്ന അനുഭവം ഉണ്ടാകാം. ഈ യഥാർത്ഥ സുവിശേഷ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.